റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. വത്തിക്കാനിലെ പ്രധാന ഓഫീസുകളിലൊന്നിന്റെ മേധാവിയായി ഇറ്റാലിയൻ കന്യാസ്ത്രീ സിമോണ ബ്രാംബിലയെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു. എല്ലാ സന്യാസ സഭാ വിഭാഗങ്ങളുടെയും ചുമതലയുള്ള കൂരിയയുടെ നേതൃസ്ഥാനത്താണ് ബ്രാംബില. ആദ്യമായാണ് വത്തിക്കാനിലെ ഉന്നത പദവിയിൽ ഒരു വനിത എത്തുന്നത്. ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രീ ബ്രാംബിലയെ സഹായിക്കാൻ കർദിനാൾ ഏഞ്ചൽ ഫെർണാണ്ടസ് ആർട്ടിമയെയും നിയമിച്ചു. ദിവ്യബലി അർപ്പിക്കൽ ഉൾപ്പെടെ ചില കൂദാശ കർമ്മങ്ങൾ പ്രീഫെക്ട് ചെയ്യേണ്ടതുണ്ട്. നിലവിൽ ഇതിന് പുരോഹിതന്മാർക്ക് മാത്രമേ അധികാരമുള്ളൂ എന്നതിനാൽ കൂടിയാണ് കർദിനാൾ ആർട്ടിമയുടെ നിയമനം. കോൺസലേറ്റ മിഷണറി സന്യാസ സഭാംഗമാണ് നേഴ്സായ ബ്രാംബില. പുരോഹിതരാകാതെ തന്നെ വനിതകളെ കത്തോലിക്ക സഭയുടെ നേതൃസ്ഥാനങ്ങളിൽ കൊണ്ടുവരാമെന്നതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകുന്ന സന്ദേശമായാണ് ശ്രീ ബ്രാംബിലയുടെ നിയമനത്തെ വിലയിരുത്തപ്പെടുന്നത്. ചികിത്സ നേടാനുള്ള സമയവും സ്ഥലവും സ്വയം തീരുമാനിക്കാൻ രോഗികൾക്ക് കഴിയുന്ന തരത്തിൽ NHS ആപ്പ് അപ്ഗ്രേഡുമായി ഗവൺമെന്റ്. ടെസ്റ്റ് ഫലങ്ങൾ, ഫോളോ അപ്പോയിന്റ്മെന്റുകൾ മുതൽ എവിടെ ചികിത്സിക്കണമെന്ന് വരെയുള്ള കാര്യങ്ങളാണ് ഇനി NHS ആപ്പിലൂടെ എളുപ്പം നടത്തിയെടുക്കാൻ സാധിക്കുക. വെയിറ്റിംഗ് ലിസ്റ്റിന് പുറമെ കാത്തിരിപ്പ് സമയവും കുറയ്ക്കാനുള്ള ഗവൺമെന്റ് പദ്ധതിയുടെ ഭാഗമാണ് ഈ പരിഷ്കാരം. ധനികർക്ക് ലഭിക്കുന്ന തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും നിയന്ത്രണവും സൗകര്യവും തൊഴിലാളി വർഗത്തിൽപ്പെട്ട രോഗികൾക്ക് ലഭിക്കുന്നതാണ് പദ്ധതിയെന്ന് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ് അഭിപ്രായപ്പെട്ടു. ചികിത്സയ്ക്ക് ഏത് സേവനദാതാവിനെ സമീപിക്കണമെന്ന് തീരുമാനിക്കാൻ രോഗികൾക്ക് നിയമപരമായ അവകാശമുണ്ടെങ്കിലും 4% പേർക്ക് പോലും ഇത് വിനിയോഗിക്കാൻ കഴിയുന്നില്ലെന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നു. പുതിയ നടപടികളിൽ രോഗികൾക്ക് കൂടുതൽ തെരഞ്ഞെടുപ്പുകളാണ് ഓഫർ ചെയ്യുക. കൂടാതെ NHS ആപ്പ് ബുക്കിംഗ് നടപടികൾ എളുപ്പമാക്കുകയും ചെയ്യുമെന്നാണ് അധികൃതർ കരുതുന്നത്. അടിയന്തരമല്ലാത്ത ഇലക്ടീവ് ചികിത്സകൾ ആവശ്യമുള്ള രോഗികൾക്ക് അപ്പോയിന്റ്മെന്റുകൾ പരിശോധിക്കാനും നിയന്ത്രിക്കാനും കഴിയും. ഇത് സ്വതന്ത്ര മേഖലയിൽ ഉൾപ്പെടെ നടത്താനും അനുമതി ലഭിക്കും. ഡയഗ്നോസ്റ്റിക് പരിശോധനകളും ഇനി ആപ്പ് വഴി ബുക്ക് ചെയ്യാം. നിലവിൽ 8% ബുക്കിംഗ് മാത്രമാണ് NHS ആപ്പ് അല്ലെങ്കിൽ മാനേജ് യുവർ റഫർ വെബ്സൈറ്റ് വഴി നടക്കുന്നു. പുതിയ പ്രഖ്യാപനത്തിലൂടെ രോഗികൾക്ക് കെയർ സേവനദാതാക്കളെ തിരഞ്ഞെടുക്കാൻ ഓൺലൈൻ സേവനങ്ങൾ വഴിമാറുകയും ചെയ്യും. റോഡുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഈ മാസം 14 സ്ഥലങ്ങളിൽ കൂടി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് പുതിയ ക്യാമറകൾ സജ്ജീകരിക്കുകയാണ് ബക്കിംഗ്ഹാംഷയർ. കൌൺസിലിലെ പ്രദേശവാസികളും കടയുടമകളും എല്ലാം ആവശ്യപ്പെട്ട പ്രകാരമാണ് സ്ഥലങ്ങളിൽ ട്രാഫിക് ലംഘനങ്ങൾ നിരീക്ഷിക്കാൻ പുതിയ ക്യാമറകൾ ബക്കിംഗ്ഹാംഷയർ സ്ഥാപിക്കുന്നത്. തുടർച്ചയായി നിയമലംഘനം നടത്തുന്ന ഭാഗങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ക്യാമറകൾ നിയമലംഘനം കണ്ടെത്തുകയും നിയമലംഘനം നടത്തുന്ന ഡ്രൈവർക്ക് പെനാൽറ്റി ചാർജ് നോട്ടീസ് നൽകുകയും ചെയ്യും. ക്യാമറകളുടെ സാന്നിധ്യത്തെക്കുറിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകും. പുതിയ എൻഫോഴ്സ്മെന്റ് ക്യാമറകൾ ബക്കിംഗ്ഹാംഷയറിലുടനീളം പ്രധാന സ്ഥലങ്ങളിലാണ് വയ്ക്കുക. ഓക്സ്ഫോർഡ് റോഡിന്റെ ബസ് ലെയിനിലും യെല്ലോ ബോക്സ് ജംഗ്ഷനിലും ക്യാമറകൾ കാണും. ഹൈ വൈക്കോമ്പിൽ 3 ക്യാമറ ലൊക്കേഷനുകൾ ഉണ്ടായിരിക്കും. പുതിയ എൻഫോഴ്സ്മെന്റ് ക്യാമറകൾ ബക്കിംഗ്ഹാംഷയറിലുടനീളം പ്രധാന സ്ഥലങ്ങളിലാണ് സ്ഥാപിക്കുക. എയ്സൽബറിയിൽ ക്യാമറകൾ A41 എക്സ്ചേഞ്ച് സ്ട്രീറ്റ് നിരീക്ഷിക്കും. അവിടെ വെയ്റ്റ്റോസ് കാർ പാർക്കിലേക്കും എക്സ്ചേഞ്ച് സ്ട്രീറ്റിൽ നിന്നുള്ള കാർ പാർക്കിലേക്കും വലത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഓക്സ്ഫോർഡ് റോഡിന്റെ ബസ് ലെയിനിലും യെല്ലോ ബോക്സ് ജംഗ്ഷനിലും ക്യാമറകൾ ഉണ്ടാകും. ഹൈ വൈക്കോമ്പിൽ 3 ക്യാമറ ലൊക്കേഷനുകൾ ഉണ്ടായിരിക്കും. A40 ലണ്ടൻ റോഡ് ബസ്സിലേക്കും ഓക്സ്ഫോർഡ് റോഡിലെയും അമർഷാം ഹില്ലിലെയും യെല്ലോ ബോക്സ് ജംഗ്ഷനുകളിലും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി നാട്ടിലെ വാർത്തകൾ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ സ്വർണ്ണ കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. 249 മത്സരങ്ങളിൽ 179 എണ്ണം പൂർത്തിയായപ്പോൾ 713 പോയിന്റുമായി നിലവിലെ ചാമ്പ്യന്മാരായ കണ്ണൂരാണ് മുന്നിൽ. 708 പോയിന്റുമായി കോഴിക്കോടും തൃശൂരും 2ാം സ്ഥാനത്തുണ്ട്. 702 പോയിന്റുമായി പാലക്കാട് 3ാം സ്ഥാനത്താണ്. സ്കൂളുകളിൽ ആലത്തൂർ ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ 123 പോയിന്റുമായി 1ാം സ്ഥാനത്ത് മുന്നേറുകയാണ്. നേരത്തെ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന തിരുവനന്തപുരം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ 93 പോയിന്റുമായി 2ാം സ്ഥാനത്തായി. കൗമാരമേള 4ാം ദിനത്തിലേക്ക് കടന്നതോടെ സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടം കൂടുതൽ മുറുകുന്നു. സംഘാടനത്തിൽ കാര്യമായ പരാതികളില്ല എന്നതാണ് തലസ്ഥാനത്ത് മേള പുരോഗമിക്കുന്നത്. ഇന്നലെയും എല്ലാ മത്സരങ്ങളും സമയക്രമം പാലിച്ച് അവസാനിച്ചു. വേദി 3 ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരം, വേദി 1 ഉച്ചയ്ക്ക് നടക്കുന്ന ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തം, വേദി 5 നടക്കുന്ന ഹയർ സെക്കൻഡറി വിഭാഗം നാടോടി നൃത്തം എന്നിവയാണ് ഇന്നത്തെ ജനകീയ ഇനങ്ങൾ. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ മോണോ ആക്ട്, മിമിക്രി മത്സരങ്ങളും ഇന്ന് വേദികളിൽ അരങ്ങേറും. പൊങ്കലിനോടനുബന്ധിച്ച് ജനുവരി 17 കൂടി തമിഴ്നാട്ടിൽ പൊതു അവധി പ്രഖ്യാപിച്ച് സർക്കാർ. ജനുവരി 14 19 ഇടയിലെ മറ്റെല്ലാ ദിവസങ്ങളും അവധിയായതിനാൽ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും നാട്ടിലേക്ക് പോകാനും മറ്റും സൗകര്യം നൽകുന്നതിനായാണ് 17 അവധി നൽകുന്നതെന്ന വിശദീകരണം. ഇതോടെ ജനുവരി 14 മുതൽ 19 വരെ ഞായർ ഉൾപ്പെടെ 6 ദിവസം അവധി ലഭിക്കും. ജനുവരി 14 പരമ്പരാഗത വിളവെടുപ്പ് ഉത്സവമായ പൊങ്കൽ, ജനുവരി 15 തിരുവള്ളുവാർ ദിനവും 16 ഉഴവർ തിരുനാളുമാണ്. 18 ശനിയും 19 ഞായറുമാണ്. ഇതോടെയാണ് ഇടയ്ക്കുള്ള 17 കൂടി അവധി പ്രഖ്യാപിച്ചത്. സ്കൂൾ, കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി ബാധകമാണ്. മകരവിളക്കിന്റെ ഭാഗമായി തിരക്ക് നിയന്ത്രിക്കാൻ സ്പോട്ട് ബുക്കിംഗ് പരിമിതപ്പെടുത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ജനുവരി 13, 14 തീയതികളിലെ സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണമാണ് കുറച്ചത്. 13ാം തീയതി 5000 പേർക്കും 14ാം തീയതി 1000 പേർക്കും മാത്രമേ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുകയുള്ളൂ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഭക്തർ സന്നിധാനത്ത് തുടരുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഇങ്ങനെയൊരു തീരുമാനം കൈക്കൊണ്ടത്. നാളെ വിഷയത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. അതേസമയം മകരവിളക്കിനോടനുബന്ധിച്ച് സന്നിധാനത്ത് പരിചയസമ്പന്നരായ പോലീസ് സംഘത്തെ നിയോഗിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. മകരവിളക്ക് ഉത്സവത്തിനായി നട തുറന്ന ശേഷമുള്ള ദിനങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന് കഴിയാത്ത പശ്ചാത്തലത്തിലാണ് ആവശ്യം ഉയർന്നത്. മകരവിളക്ക് കാലയളവിലേക്ക് ചുമതലയേറ്റ പോലീസ് 5ാം ബാച്ചിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലാതെ വന്നതാണ് പ്രശ്നങ്ങൾക്കിടയാക്കിയത്.
പടികയറ്റം വേഗത്തിലാക്കാൻ ADGP S. ശ്രീജിത്ത് നേരിട്ടെത്തി നടപടി സ്വീകരിച്ചെങ്കിലും കാര്യമായ ഫലം ഉണ്ടായില്ല. ഇനി സ്പോർട്സ് വാർത്തകൾ. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അവരുടെ ഗംഭീര ഫോം തുടരുകയാണ്. മോളിനിക്സിൽ വോൾവർഹാംപ്ടൺ വാൻഡറേഴ്സിനെ 3-0 പരാജയപ്പെടുത്തിക്കൊണ്ട് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പ്രീമിയർ ലീഗ് ലീഡർമാരായ ലിവർപൂളിന് 6 പോയിന്റ് മാത്രം പിറകിലെത്തി. മോർഗൻ, ഗിബ്സ് വൈറ്റ്, ക്രീസ് വുഡ് എന്നിവരുടെ ആദ്യ പകുതിയിലെ ഗോളുകളും തൈവോ അവോനിയയുടെ ഇഞ്ചുറി ടൈം സ്ട്രൈക്കുമാണ് ഫോറസ്റ്റിന്റെ തുടർച്ചയായ 6ാം ലീഗ് വിജയം ഉറപ്പിച്ചത്. ഈ വിജയത്തോടെ ന്യൂനോ എസ്പിരിറ്റോ സാന്റോയുടെ ടീം 2ാം സ്ഥാനക്കാരായ ലിവർപൂളിനൊപ്പം എത്തി. ആഴ്സണലിനൊപ്പം 40 പോയിന്റ് അവർക്കുണ്ട്. എന്നാൽ ഗോൾ വ്യത്യാസത്തിൽ ആഴ്സണൽ മുന്നിൽ തന്നെ തുടരുന്നു. ഡിപ്പോർട്ടിവോ മിനറയെ 5-0 പരാജയപ്പെടുത്തിക്കൊണ്ട് റയൽ മാഡ്രിഡ് കോപ്പ ഡെൽ റേ പ്രീ ക്വാർട്ടറിലേക്ക് എത്തി. ആദ്യ പകുതിയിൽ ഫെഡറിക്കോ വാൽവേർഡെ, എഡ്വാർഡോ കാമവിങ്ക, അർദ ഗുലർ എന്നിവരുടെ ഗോളുകൾ സ്പാനിഷ് വമ്പന്മാർക്ക് കരുത്തായപ്പോൾ ലുക്ക മോഡ്രിച്ചും ഒപ്പം 2ാം ഗോളുമായി ഗുലറും 2ാം പകുതിയിൽ വിജയമുറപ്പിച്ചു. സൗദി അറേബ്യയിൽ നടക്കാനിരിക്കുന്ന സ്പാനിഷ് സൂപ്പർ കപ്പിനെ മുൻനിർത്തി കൈലിൻ എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ എന്നിവരെ പോലുള്ള പ്രധാന കളിക്കാർക്ക് വിശ്രമം നൽകിയാണ് മാനേജർ കാർലോ ആൻസലോട്ടി ഇന്നലെ ടീമിനെ ഇറക്കിയത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 107.35 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.